ഇത് ഒരു തരം വള്ളിച്ചെടിയാണ്. ഇതിൻ്റെ ഒറ്റപ്പൂ കണ്ടോ, എത്ര ലെയറാണെന്നറിയോ? അതിൽ 2, 3, 6 ലെയറിലാണ് ഇത് ഈ പൂ നിൽക്കുന്നത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വള്ളിയായിട്ട് ഇത് പന്തലിട്ട് നമ്മൾ കൊടുത്താൽ ഇഷ്ടംപോലെ പൂ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് എത്ര ആയത്തിലാണെന്നറിയോ ഒരു പൂ വിരിഞ്ഞ് കിടക്കുന്നത്. അപ്പം നമ്മളുടെ ഇതിന് ഡെക്കറേഷൻ ചെടി എന്ന് പറയുന്നുണ്ട്. പല നാട്ടിൽ പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇതിൻ്റെ പേരെന്നാന്നുള്ളത് അങ്ങനെ അറിയത്തില്ല കേട്ടോ. മണ്ഡപച്ചെടി എന്നൊക്കെയാണ് ഞങ്ങളിതിൻ്റെ പേര് പറയുന്നത്. ഒരുപാട് പൂവുണ്ടാവും. മഞ്ഞയും ബ്രൗണും കളറിലാണ് ഇരിക്കുന്നത്. നല്ല രസമാണ് നിറഞ്ഞുണ്ടായി കിടക്കുന്നത് കാണാൻ. ഇതിൻ്റെ തണ്ട് തന്നെയാണ് നമുക്ക് നടാൻ പറ്റുന്നത്. ചെറിയ ഇത്രയുള്ള പീസാക്കി മുറിച്ച് വെച്ചാൽ മതി പുതിയത് നടാൻ വേണ്ടിയിട്ട്. ഇത് അതിൻ്റെ തണ്ട് ഇങ്ങനെ നീളത്തിൽ ഇതിൻ്റെ ഇലയുടെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കുന്നു. ഇതുണ്ടോ പൂക്കൾ നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് കിടക്കുന്നുണ്ടോ. ഇതിപ്പം 2-3 മാസം ഈ പൂക്കൾ ഓരോന്നോരോന്ന് പൊഴിഞ്ഞു പോയി അടുത്തടുത്ത് വിരിഞ്ഞ് വരും. ഇത് ചെറു മുട്ടുകളായി വരുന്നത്. അങ്ങനെ എൻ്റെ ഒരു കൊക്കോ മൊത്തം ഇവർ സ്വന്തമാക്കി, ഒരു കൊക്കോ മുഴുവനും ഇവർ സ്വന്തമാക്കി എടുത്തിട്ടുണ്ട്.